ഹായ് ഓൾ, ഞാൻ ഭാഗ്യലക്ഷ്മി ടിറ്റോ. ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് കാണാം. 1/2 കപ്പ് പാല് ഞാനൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ആ പാലിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയൊരു ചൂട് പാലാണ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തത്. ഇനി ഒരു 10 മിനിറ്റ് ഈ മിക്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റും പഞ്ചസാരയും നന്നായിട്ട് പാലിൽ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആവണ വരെ മിക്സ് ചെയ്യണം. ഒരു 10-12 മിനിറ്റ് അത് കുഴയ്ക്കണം. എങ്കിലേ ആ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. നമുക്ക് കുഴയ്ക്കും തോറും നമുക്കത് മനസ്സിലാവും അത് സോഫ്റ്റ് ആവുന്നുണ്ടെന്നുള്ളത്. ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആവാനാണ് അങ്ങനെ ചേർത്ത് കൊടുത്ത് കുഴയ്ക്കുന്നത്. ബട്ടർ തന്നെ ചേർക്കണമെന്നില്ല, ഇത്തിരി ഓയിലാണെങ്കിലും മതി. ഓയിൽ ചേർത്താണെങ്കിലും കുഴയ്ക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. കയ്യിൽ നിന്നൊക്കെ വിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. ഞാൻ ഇത്തിരി ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുവാണ്. 12 മിനിറ്റോളം നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി ഓയിൽ പുറമേ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. അത് മാവൊന്ന് സോഫ്റ്റ് ആവാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പുരട്ടി നമുക്ക് ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിനി ബണ്ണ് റെഡിയാക്കാം. ഇനി ഇത് ഒരേ വലിപ്പത്തിൽ നൈഫ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒരുപാട് പരത്തരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ മാവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇത് 8 പീസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് ആ ടൈം കൊണ്ട് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ സാഷയാണ്. അപ്പോൾ ഒരു സാഷേ പൗഡറിന് 1/2 കപ്പ് പാല് എടുക്കുക. ഈ ഒരു 1/2 കപ്പ് പാലിൽ ആ പൗഡർ ഇട്ടിട്ട്, ഒരു സാഷയിലെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബണ്ണ് റെഡിയാക്കാം. ഞാനൊരു കുഴിവുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബണ്ണിനായിട്ട് വെച്ചിരിക്കുന്ന ഓരോ ബോളും നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ക്രീം വെച്ചിട്ട് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ക്രീം ബണ്ണ് റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ക്രീം ബൺ ഇങ്ങനെ ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.